പെരിയ കേസിലെ 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 9 പ്രതികളെയാണ് വിയ്യൂരിൽ നിന്ന് കണ്ണൂരിൽ എത്തിച്ചത്. മുൻ എംഎൽഎ കെ.വി. കുഞ്ഞിരാമനെ അല്പസമയത്തിനകം എത്തിക്കും. പ്രതികളെ എത്തിക്കുന്നതിന് മുൻപായി ജയിലിന് മുന്നിലെത്തിയ സിപിഎം നേതാവ് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതോടെ മടങ്ങി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ഏതൊക്കെ പ്രതികളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുള്ളത്? ഇനി ആരൊക്കെ എത്താനുണ്ട്? ദിവ്യ, പെരിയ കേസിൽ 14 പ്രതികൾക്കാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 9 പ്രതികളെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പീതാംബരൻ മുതൽ 9 പ്രതികൾ, അതായത് ആദ്യ 8 പ്രതിയും പിന്നെ 10 പ്രതിയും, അങ്ങനെ 9 പേരെയാണ് ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റു ചില കേസുകളിലെ പ്രതികളെയും ഇതിനൊപ്പം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 5 പ്രതികളെ, അതായത് കെ.വി. കുഞ്ഞിരാമനും മണികണ്ഠനും വെളുത്തുള്ളി ഭാസ്കരനും അടക്കമുള്ള പ്രതികളെ അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും. അവർ കാക്കനാട് ജയിലിലാണ് ഈ 5 പേരുള്ളത്. അതുകൊണ്ട് ആ 5 പേരെ കാക്കനാട് ജയിലിൽ നിന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുക. എന്തായാലും ഈ പ്രതികളെ എത്തിക്കുന്നതിന് തൊട്ടു മുമ്പായി സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ ഈ സ്ഥലത്ത് ജയിലിന്റെ സമീപത്തേക്ക് വന്നിരുന്നു. എന്നാൽ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി പി ജയരാജൻ മടങ്ങി പോവുകയാണ് ചെയ്തത്. എന്തായാലും ജയരാജൻ അവിടെ ഇറങ്ങാനോ മറ്റോ തയ്യാറായില്ല. നേരത്തെ സിപിഎമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി മോഹനൻ ശിക്ഷ വിധിച്ച് അന്ന് എറണാകുളം CBI കോടതിയിലെത്തി പ്രതികളെ കണ്ടിരുന്നത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും അതുകൊണ്ടാവാം പി ജയരാജൻ ഇവിടെ ഇറങ്ങിയില്ല, അദ്ദേഹം മടങ്ങുകയും ചെയ്തു. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് പി ജയരാജൻ. അദ്ദേഹം അവിടെ വന്ന് മടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോ ഈ 5 പ്രതികളെ കൂടിയാണ് ഇവിടേക്ക് എത്തിക്കാനുള്ളത്. അവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കും. മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ സ്ഥലത്ത് ഈ പ്രതികളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരായ കുറച്ച് ആളുകളും കുറച്ച് പ്രാദേശിക സിപിഎമ്മിന്റെ നേതാക്കളും ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ക്ഷമിക്കണം, പീതാംബരൻ അടക്കമുള്ള ആളുകളുടെ ബന്ധുക്കളും മറ്റും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അവിടെ എത്തിയിരുന്നു. അവരൊക്കെ നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ പ്രതികൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ചു. അതിനുശേഷം ആ പ്രതികളെ ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി 5 പ്രതികളുണ്ട്. 5 പ്രതികളെ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. പ്രതികൾ അവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് അവരുടെ ശിക്ഷ കണ്ണൂർ സെൻട്രൽ ജയിലിലാവണം എന്നൊരു അഭ്യർത്ഥന കൊച്ചി CBI കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രതികളെ അയക്കുന്നത്. യെസ് സുനിൽ, പി ജയരാജൻ അവിടെ പ്രതികളെ കാണാനെത്തിയത്, പ്രതികളല്ല കുറ്റക്കാരെ കാണാനെത്തിയത് അത് മാധ്യമ വാർത്തയാകേണ്ട എന്ന് കരുതിയാണോ അദ്ദേഹം മടങ്ങിയത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ ന്യായമുണ്ട്. കാരണം അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ജയിൽ ഉപദേശക സമിതി അംഗമാണ്. അതുകൊണ്ട് വേറെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നാണെന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം എത്തിയത് ഈ പ്രതികളെ അവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് അറിഞ്ഞു തന്നെയാണ്. പക്ഷേ അവിടേക്ക് അദ്ദേഹത്തിന്റെ വാഹനം വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ എത്തി ജയിലിന് മുന്നിലെത്തുന്നതോടുകൂടിയാണ് വലിയ ചാനലുകൾ, നിരവധി ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ക്യാമറകൾ കണ്ടതോടുകൂടി പി ജയരാജൻ അവിടെ ഇറങ്ങാതെ ജയിൽ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ വാഹനം തിരിച്ച് മടങ്ങി പോവുകയും ചെയ്തു. എന്തായാലും ജയരാജൻ പ്രതികളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ 10 മിനിറ്റിനുള്ളിൽ ബാക്കിയുള്ള പ്രതികളെ, കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കളുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ ജയിലിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് പി ജയരാജനോ മറ്റേതെങ്കിലും നേതാക്കളോ എത്തുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ മറ്റു നേതാക്കൾ ആരും തന്നെയില്ല. യെസ്, പെരിയ കേസിൽ കോടതി ശിക്ഷ വിധിച്ചവരെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നത്. വിയ്യൂർ ജയിലിൽ നിന്നാണ് ഇവരെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരുന്നത്. ഇവരെ കാണാനായി പി ജയരാജൻ എത്തിയതായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങാതെ മടങ്ങുകയാണ് ചെയ്തത്. സുനിൽ ഐസകാണ് വിവരങ്ങൾ നൽകിയത്.